മലയാള ചലച്ചിത്ര ലോകത്തെ ഏറ്റവും വലിയ ലെജൻഡുകൾ ഒന്നിക്കുന്ന ഒരു ക്ലാസിക് പ്രോജക്റ്റിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വെറും ഒരു സിനിമാ വാർത്ത മാത്രമല്ല, മറിച്ച് ചരിത്രപരമായ ഒരു നിമിഷമാണ്. വർഷങ്ങളായി സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായിരുന്ന ONV കുറുപ്പ് രചിച്ച ഉജ്ജയിനി എന്ന ദീർഘകാവ്യം ഒടുവിൽ ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ്. സംവിധായകൻ ഹരിഹരൻ വെള്ളി നക്ഷത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ ഈ വലിയ പ്രൊജക്ടിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും മമ്മൂട്ടിയെ നായകനാക്കി ചിത്രമൊരുക്കാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ചും ആദ്യമായി ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നു. MD വാസുദേവൻ നായർ എന്ന മഹാനായ എഴുത്തുകാരൻ സിനിമയാക്കാൻ ഏറെ ആഗ്രഹിച്ച ഈ പ്രൊജക്ട് മലയാള സിനിമയുടെ ക്രാഫ്റ്റിനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലെ സാങ്കേതികവും വാണിജ്യപരവുമായ അടിത്തറ വളരെ ശക്തമാണ്. മുൻപ് ഗുഡ് നൈറ്റ് മോഹന്റെ നിർമ്മാണത്തിൽ ഈ ചിത്രം പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അത് താൽക്കാലികമായി മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ പ്രമുഖ നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി ഒരു വലിയ പ്രോജക്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഹരിഹരൻ മുന്നോട്ട് വെച്ച പ്രധാന തിരക്കഥകളിൽ ഒന്നായിരുന്നു ഉജ്ജയിനി. വിക്രമാദിത്യനായി മമ്മൂട്ടി അഭിനയിക്കണം എന്നത് തിരക്കഥ പൂർത്തിയായപ്പോൾ തന്നെ ഉറപ്പിച്ച കാര്യമാണ്. ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ പോലെ മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാൻ പോകുന്ന കഥാപാത്രമാണിത്. നൃത്തത്തിനും പാട്ടിനും പ്രാധാന്യമുള്ള ഒരേ സമയം ക്ലാസിക്കും അതേസമയം കൊമേഴ്ഷ്യലുമായ ഒന്നായിരിക്കും ഈ ചിത്രമെന്നാണ് ഹരിഹരൻ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു പ്രോജക്റ്റ് ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്ന മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് നൽകുന്ന മൈലേജ് വളരെ വലുതാണ്. ബിഗ് ബഡ്ജറ്റ് പീരീഡ് ഡ്രാമകൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉജ്ജയിനി പോലൊരു സബ്ജക്ട് തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുന്നത് വ്യവസായത്തിന് വലിയ ഊർജ്ജം നൽകും. മമ്മൂട്ടി തന്റെ ഡേറ്റുകൾ വേഗത്തിൽ നൽകുകയാണെങ്കിൽ പ്രോജക്ട് ഉടൻ തന്നെ ആരംഭിക്കുമെന്നും, അല്ലാത്ത പക്ഷം ഹരിഹരൻ തന്റെ ഗായത്രി സിനിമയുടെ ബാനറിൽ പുതുമുഖങ്ങളെ വെച്ച് മറ്റൊരു ചിത്രം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകരും ഇൻഡസ്ട്രിയും ഒരേപോലെ കാത്തിരിക്കുന്നത് ഈ ക്ലാസിക് കോംബോയുടെ തിരിച്ചുവരവിനായി തന്നെയാണ്. കേവലം മാസ് ഹൈപ്പുകൾക്കും ലൗഡായ മാർക്കറ്റിംഗിനും പിന്നാലെ പോകുന്ന ഇന്നത്തെ സിനിമാ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായി ശുദ്ധമായ സാഹിത്യവും സിനിമയുടെ ക്രാഫ്റ്റും സമന്വയിക്കുന്ന പരീക്ഷണങ്ങളാണ് മലയാള സിനിമയുടെ യഥാർത്ഥ കരുത്ത്. സൂപ്പർ താര പദവിയെ കഥാപാത്രത്തിന്റെ ആഴം കൊണ്ട് റീഡിഫൈൻ ചെയ്യാൻ മമ്മൂട്ടിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. ഹരിഹരന്റെ ദൃശ്യഭാഷയും MDയുടെയും ONVയുടെയും സാഹിത്യ മൂല്യവും ഒത്തുചേരുമ്പോഴത്തേക്ക് അത് വരും തലമുറയ്ക്കുള്ള ഒരു വലിയ പാഠപുസ്തകമായി മാറും. മലയാള സിനിമയുടെ കലാപരമായ മൂല്യങ്ങളെയും ബോക്സ് ഓഫീസ് സാധ്യതകളെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഇത്തരം ഒരു മാസ്റ്റർ പീസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുക എന്നത് ഓരോ യഥാർത്ഥ സിനിമാ പ്രേമിയുടെയും ഉത്തരവാദിത്തമാണ്. ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ ഈ ചിത്രം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ഈ വലിയ പ്രൊജക്ടിനെ കുറിച്ചും വിക്രമാദിത്യനായുള്ള മമ്മൂട്ടിയുടെ പവർഫുൾ കഥാപാത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചർച്ചകളിൽ പങ്കാളികളാണ്.